ഹലോ ഗൈസ്, പടവലങ്ങ തേങ്ങ അരച്ച കറിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായും കാണാം. സിമ്പിളായി നല്ല ടേസ്റ്റിയായി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇവിടെ 2 പടവലങ്ങയാണ് എടുത്തിട്ടുള്ളത്. അത് നല്ല ക്ലീൻ ചെയ്ത് ചെറുതായി അരിഞ്ഞെടുക്കണം. ഇതേപോലെ ചെറുതായി അരിഞ്ഞെടുക്കണം. ഇനി ആവശ്യമായ സാധനങ്ങൾ: ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത് 2 പടവലങ്ങക്ക്. അപ്പോൾ ഒരു സവാളയും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊരു ചട്ടിയിലേക്ക് ഇടുക. അപ്പോൾ 2 പടവലങ്ങ മുറിച്ചിട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ ഒരു തക്കാളിയും പിന്നെ ഒരു സവാളയും മുറിച്ച് ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള അതൊരു മുങ്ങുന്ന വരെ ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് വേവാൻ വെക്കാം. നമുക്ക് ഇപ്പോൾ ഒരു കുക്കറിലൊന്നുമല്ല, ചട്ടിയിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇതിൻ്റെ അരപ്പ് തയ്യാറാക്കാം. അപ്പോൾ ഒരു തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. കാശ്മീരി മുളക് പൊടി 2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ഇനി അതേപോലെ 2 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ പൊടിയില്ലാത്തവർ നിങ്ങൾക്ക് മുളകും മല്ലിയും ചേർത്താൽ മതിയാവും. നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ നല്ലൊരു പേസ്റ്റ് രൂപത്തിലുള്ള അരപ്പായി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ അരപ്പ്. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട് നമ്മൾ വേവിച്ച പടവലങ്ങയും എല്ലാം. അപ്പോൾ ഇനി നമുക്ക് ആ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മിക്സാക്കി വെക്കുമ്പോഴത്തേക്കും അത് തിളച്ച് വരും. ഇപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്തപ്പോൾ തന്നെ ഇനി നമുക്ക് ഒരു പാന് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് എണ്ണ ചൂടാകുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. അതേപോലെ ഒരു 2 മുളകും വറ്റൽ മുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട്. ഒന്ന് ചൂടായി വരുമ്പോൾ ഈ കറിയിലേക്ക് ഒന്ന് തൂവിക്കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കിടിലൻ പടവലങ്ങ കറിയുടെ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. നല്ല ടേസ്റ്റാണ്. ഈ പ്രത്യേകതരം അരപ്പൊക്കെ ആയതുകൊണ്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ലൈക്ക് ചെയ്യുക. അതുപോലെ വീഡിയോ കണ്ടിട്ട് പോകുന്നതല്ല, സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.